CPM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ, യൂട്യൂബർ KM ഷാജഹാൻ എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എറണാകുളം റൂറൽ സൈബർ പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നു. അതിനിടെ ഷാജഹാന്റെ വീടിന് മുന്നിൽ ജനകീയ സമിതിയുടെ പേരിൽ പ്രതിഷേധ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുകയാണ്. ശരി, സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന്, ഒപ്പം സനിസ ശോഭ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം സിബിയിലേക്ക്. സിബി, ഗോപാലകൃഷ്ണനെ ആയിരിക്കും ആദ്യം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയതിൽ നിന്നും കാര്യമായ എന്തെങ്കിലും രേഖകൾ കണ്ടെടുത്തിട്ടുണ്ടോ? ഗോപാലകൃഷ്ണൻ പൂർണ്ണമായും അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്ന് തന്നെയാണോ കരുതുന്നത്? എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ, എങ്ങനെയാണ് കാണുന്നത് ഈ സമയം? സൈഫുദ്ദീൻ, CPM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ ഇന്നലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് എത്തി ചില മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ആലുവ റൂറലിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോപാലകൃഷ്ണന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ഗോപാലകൃഷ്ണൻ 10 മണിക്ക് എത്തുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നോക്കുന്നത്. ഇത് എത്തിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ആലുവ ഇത്തരത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന മുൻപും DYSP വ്യക്തമാക്കുകയും ചെയ്തു. ഈ കേസിൽ 1-ാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പറവൂരിലെ വീട്ടിൽ നിന്ന് ഇന്നലെ ഈ ഒരു ഷൈൻ ടീച്ചർക്കെതിരായ ചില പരാമർശങ്ങൾ അടങ്ങുന്ന യൂട്യൂബ് വീഡിയോ പ്രചരിപ്പിച്ച മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തു എന്നുള്ളതാണ് പോലീസ് നൽകുന്നത്. ഇതിനുശേഷമാണ് ചോദ്യത്തിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ KM ഷാജഹാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് 3-ാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറം സ്വദേശിയായ കൊണ്ടോട്ടി അപ്പു എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന യാസർ എടപ്പാളിനാണ്. യാസർ എടപ്പാളിന് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ DYSP വ്യക്തമാക്കുന്നത്. യാസർ എടപ്പാൾ ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് അദ്ദേഹം വിദേശത്താണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ടെത്തി നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടെ ഈ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണൻ എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യം. അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന കാര്യത്തിൽ എല്ലാ നിലയും 10 മണിക്ക് ശേഷം വ്യക്തമാകും. എന്തായാലും 10 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, എന്നാലും സിബിയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ KM ഷാജഹാൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ സനിസ ശോഭ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. സനിസ, KM ഷാജഹാന്റെ വീടിന്റെ മുമ്പിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യലിന് ഹാജരാകണമെങ്കിൽ ഈ സമയത്തേക്കൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ എന്താണ് നിലവിൽ ലഭിക്കുന്ന വിവരം? ഹാജരാകുമെന്നുള്ള സൂചനയുണ്ടോ? ഒപ്പം തന്നെ പ്രതിഷേധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വീടിന് മുന്നിൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് പോസ്റ്ററിൽ പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് സനിസ? KM ഷാജഹാൻ ഇതുവരെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാം, ആലുവയ്ക്ക് എത്തണമെങ്കിൽ ഒരു 7 മണിക്കൂറോളം വരുന്ന യാത്രയുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഒരു പക്ഷം തന്നെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘം. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ കഴിയുമോ, ഹാജരാകുമോ എന്നത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ KJ ഷൈനിനെതിരെയുള്ള സൈബർ ആക്രമണത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇന്നലെയൊക്കെ റെയ്ഡ് നടത്തിയത്. ഇത്തരത്തിൽ KJ ഷൈനിനെതിരെ യൂട്യൂബിൽ ഷാജഹാൻ ഒരു മുൻ മാധ്യമ പ്രവർത്തകനാണ്. കൂടാതെ തന്നെ ഇപ്പോൾ യൂട്യൂബിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. അത്തരത്തിൽ യൂട്യൂബിൽ ഒരു അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത് എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ സമീപ പ്രദേശത്ത് തന്നെ, വീടിന് സമീപത്ത് തന്നെ പോസ്റ്ററുകൾ ഉയരുന്ന ഒരു സാഹചര്യമാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, മഞ്ഞ പത്രത്തിന്റെ രാഷ്ട്രീയമുള്ള, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ വിറ്റ് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന അത്തരം രീതിയിലാണ്. ഇയാൾക്ക് മാനസിക രോഗമാണ്, ഇയാൾക്ക് ചികിത്സ നൽകണം, അത്തരം ആക്ഷേപങ്ങളോട് കൂടിയിട്ടുള്ള പോസ്റ്ററുകളും ബോർഡുകളും അദ്ദേഹത്തിന്റെ സമീപ പ്രദേശത്ത് തന്നെ, വീടിന് സമീപത്ത് തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചെറുവയ്ക്കൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകളും ബോർഡുകളും പതിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനെതിരെ
എതിരെയാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ജനകീയ സമിതിയിൽ നിന്ന് തന്നെ ഒരു പ്രതിഷേധത്തിന്റെ സൂചകമായിട്ട് ഇത്തരത്തിൽ പോസ്റ്ററും ബോർഡും ഉയർന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഇനി KM ഷാജഹാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള നടപടികളിലൊക്കെ കടക്കാനാവൂ. ഇന്നലെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഐഫോൺ പിടിച്ചെടുത്തിരുന്നു. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഷാജഹാന് സ്റ്റേഷനിലെത്തി പോലീസുമായി സഹകരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു അറസ്റ്റിനൊക്കെ എത്ര കണ്ട് സാധ്യതയുണ്ട് സനിസ? കാരണം ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ, അതിന്റെ ഒരു സീരിയസ്നെസ് എല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ അന്വേഷണത്തിന് ഈ ചോദ്യം ചെയ്യലിനായി ഹാജരായതിനു ശേഷം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എത്ര കണ്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട്? പറവൂർ പോലീസും അതുപോലെ തന്നെ എറണാകുളം സൈബർ ടീം അംഗങ്ങളുമായിരുന്നു ഇത്തരത്തിൽ ഇന്നലെ 11 മണിയോളം നീളുന്ന ഒരു റെയ്ഡ് നടത്തിയത്. ആ ഒരു റെയ്ഡിലാണ് ഈ ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ പിടിച്ചെടുത്തത്. തുടർന്ന് ഇദ്ദേഹത്തിന് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ആ നിർദ്ദേശമാണ് അവസാനമായിട്ട് ഈ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിച്ച ഒരു വിവരം എന്ന് പറയാൻ. ഇപ്പോൾ ഹാജരായാൽ മാത്രമേ, ഇല്ലെങ്കിൽ ഹാജരാവില്ല, ഉച്ചയ്ക്ക് ഹാജരായില്ല എന്നൊരു വസ്തുനിഷ്ഠമായ ഒരു തീരുമാനത്തിൽ ഒരു ഇതിലെത്തുമ്പോൾ മാത്രമേ അടുത്ത നടപടി എന്തായിരിക്കും അന്വേഷണ സംഘത്തിൽ നിന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അത്തരത്തിൽ ഉച്ചയ്ക്ക് ഷാജഹാൻ ഹാജരായില്ലെങ്കിൽ എന്ത് നീക്കമായിരിക്കും അടുത്തത്? അറസ്റ്റാണോ? എന്ത് നീക്കമായിരിക്കും അന്വേഷണ സംഘം എടുക്കാൻ കഴിയുക എന്നത് നമുക്ക് ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഷാജഹാന് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള ഒരു നടപടിയാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഹാജരാവാത്ത പക്ഷം അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് വേണം കരുതാൻ. സനിസ, അറസ്റ്റിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഗൗരവതരമായ വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിച്ചു നടക്കുമുള്ള വകുപ്പുകളൊക്കെയാണ്. അപ്പോൾ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ എടുക്കേണ്ടി വരും.